ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക് എന്താണ്? കൈൻഡ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് മെയിൻലി 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ, സെക്കൻഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി, third one on the basis of redemption, and fourth one on the basis of convertibility. ഇങ്ങനെ 4 ആയിട്ടാണ് എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഡിബെഞ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ആദ്യം നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബുക്സ് ഓഫ് കമ്പനിയുടെ റെക്കോർഡ്സിൽ രജിസ്റ്റർ ചെയ്യുക, അതിനെയാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ രജിസ്ട്രേഷൻ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് ഉള്ളത്. രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ്, ബിയറർ ഡിബെഞ്ചേഴ്സ് എന്നും പറയുന്നത്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ 2 ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ്. എന്താണ്? രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സും ബിയറർ ഡിബെഞ്ചേഴ്സും. ഇനി രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഈ കേസിൽ ഈ ഡിബെഞ്ചേഴ്സ് ഹോൾഡേഴ്സിൻ്റെ ആർക്കൊക്കെ ഡിബെഞ്ചേഴ്സ് കൊടുത്തത് അവരുടെ പേരും അവരുടെ നാളും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സ് ആ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ചെയ്യുകയാണ് ഇൻ ദ രജിസ്റ്റർ ഓഫ് ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ആ പേഴ്സണെ പറ്റി എല്ലാതും ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബുക്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡറിനെ പറ്റി ഒരു രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്യാണ്? അവരുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യാണ്. ഇനി ഇങ്ങനത്തെ ഉള്ള ഈ രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ് നമുക്ക് നമ്മളുടെ സൗകര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദീസ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഓൺലി വിത്ത് ദ നോളേജ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അറിവോടുകൂടി മാത്രമേ ഇങ്ങനത്തെ ഡിബെഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആരാണ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതെല്ലാം ഇവർക്ക് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സ് അവർ വേറെ ആർക്കെങ്കിലും ഡിബെഞ്ചേഴ്സ് വിൽക്കുന്നതിന് മുൻപ് കമ്പനിയുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഡിബെഞ്ചേഴ്സ് വിൽക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആനന്ദിൻ്റെ അടുത്ത് ഒരു 100 ഡിബെഞ്ചേഴ്സ് ഉണ്ട്, രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ ആനന്ദിൻ്റെ പേരും അഡ്രസ്സും എത്ര ഡിബെഞ്ചേഴ്സ് ആണ് ഉള്ളത്, അതിൻ്റെ വാല്യൂ എത്രയാണ്, ഇതെല്ലാം ഇതിൽ കമ്പനിയുടെ ഒരു റെക്കോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ അതിനെയാണ് രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആനന്ദിന് ആ ഡിബെഞ്ചേഴ്സ് വേറെ വല്ലവർക്കും കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആനന്ദിന് ഇപ്പോൾ വേറെ വല്ലവർക്കും, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ബേസിലിന് ആനന്ദ് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം കമ്പനിക്ക് ഇൻഫോം ചെയ്യണം. ഓക്കെ, ഞാൻ ഇത്ര ഈ 100 ഡിബെഞ്ചേഴ്സ് ബേസിലിന് കൊടുക്കുന്നുണ്ട്, ബേസിലിൻ്റെ അഡ്രസ്സ് ഇന്നതാണ് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഡിബെഞ്ചേഴ്സ് വിൽക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി അങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ബെയറർ ഡിബെഞ്ചേഴ്സ്. ബെയറർ ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ ഒന്നും എന്ത് ചെയ്യില്ല? കമ്പനി റെക്കോർഡൊന്നും ചെയ്യില്ല. ആർക്ക് വേണമെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സ് വിൽക്കാം. Is it clear? അപ്പോൾ ഇവിടെ നോക്കുക, these debentures are payable to the bearer. The company maintains no register for these debentures. അപ്പോൾ ഇങ്ങനെയുള്ള bearer debentures കമ്പനി എന്ത് മെയിൻറ്റെയിൻ ചെയ്യില്ല? രജിസ്റ്റർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല, റെക്കോർഡൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. These are transferable by mere delivery. അപ്പോൾ no need to record for their transfer. No deed is required എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സിന് എന്തില്ല? ഒരു രജിസ്റ്റർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. ആര് വേണമെച്ചാൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യും. ആരുടെ കയ്യിലാണോ ഡിബെഞ്ചേഴ്സ് ഉള്ളത് അവർക്കാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? റീപേയ്മെൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിൽ ആരാണ്? രവീനയുടെ അടുത്ത് ഒരു 50 ഡിബെഞ്ചേഴ്സ് ഉണ്ട്, ബെയറർ ഡിബെഞ്ചേഴ്സ് ഉണ്ടെന്ന് വെക്കുക. അപ്പം ഈ രവീനയ്ക്ക് എന്ത് ചെയ്യാം? ഈ രവീനെ പറ്റിയുള്ള നാളോ ഡേറ്റോ ഒന്നും ആര് റെക്കോർഡ് ചെയ്യില്ല? കമ്പനി ഒന്നും റെക്കോർഡ് ചെയ്യില്ല. രവീനയ്ക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഈ ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്യാം? വിൽക്കാം. ബേസിക്കലി ഇപ്പോൾ രവീന വന്നിട്ട് ഈ ഡിബെഞ്ചേഴ്സ് വന്നിട്ട് സോഫിയയ്ക്ക് വിറ്റു എന്ന് വെക്കുക. അപ്പോൾ ഈ ആക്ച്വലി ആരുടെ കയ്യിലാണ് ഈ ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സഡ് റേറ്റ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം എന്നാണ്. കമ്പനി വന്നിട്ട് എമൗണ്ട് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം എന്നാണ് റൂള്, അല്ലേ? അപ്പോൾ ആ ഫിക്സ് ഇപ്പോൾ രവീനയുടെ അടുത്തുള്ളത് 5 വർഷത്തെ ഡിബെഞ്ചർ ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം? ഈ പൈസ തിരിച്ചു കൊടുക്കണം. ഈ 50 ഡിബെഞ്ചേഴ്സിൻ്റെ പൈസ കമ്പനി എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വേറെ ഡിബെഞ്ചേഴ്സ് ആയതുകൊണ്ട് ആരുടെ കയ്യിലാണോ ഡിബെഞ്ചർ ഉള്ളത് അവർക്ക് കമ്പനി എന്ത് ചെയ്യും? റീപേയ്മെൻറ്റ് നടത്തും. ഇപ്പോൾ കമ്പനി റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ
അത് വന്നിട്ട് സോഫിയയുടെ കയ്യിലാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, എമൗണ്ട് സോഫിയയ്ക്ക് കൊടുക്കും. ബേസിക്കലി ഇനി സോഫിയ ഈ ഡിബഞ്ചർ വേറെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ആർക്കാണോ വിറ്റിരിക്കുന്നത് അവർക്ക് കമ്പനി എന്ത് ചെയ്യും, റീപേയ്മെന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ബെയറർ ഡിബഞ്ചേഴ്സും രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം. രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, കമ്പനിയുടെ പെർമിഷനോട് കൂടി വേണം ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ വിൽക്കാൻ. അതേസമയം ബെയറർ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം മക്കള് അപ്പോൾ ഡിബഞ്ചേഴ്സ് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സിൽ ഫസ്റ്റ് കാറ്റഗറി കഴിഞ്ഞു. ഇനി സെക്കൻഡ് കാറ്റഗറി നോക്കാം. എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റിക്ക് അനുസരിച്ച് ഡിബഞ്ചേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെക്യൂർഡ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ്, അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഡിബഞ്ചേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിബഞ്ചേഴ്സിന് സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഈ ഡിബഞ്ചേഴ്സിന് മോർഗേജ് പണയം വെച്ച് അസറ്റിന്റെ മുകളിൽ പണയം വെച്ചിട്ടാണ് ഈ ഡിബഞ്ചേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണിന് അസറ്റ് എന്തെങ്കിലും പണയം വെക്കില്ലേ, അതേപോലെ കമ്പനി ഈ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡിബഞ്ചേഴ്സിന്റെ മുകളിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും ഒരു അസറ്റ് എന്ത് ചെയ്യണം, മോർഗേജ് ചെയ്യണം, പണയപ്പെടുത്തുകയാണ്. അപ്പോൾ ഡ്യൂ ഡേറ്റിൽ കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും, ഈ അസറ്റിനെ, ഈ മോർഗേജ് ചെയ്ത അസറ്റിനെ വിറ്റിട്ടാണ് ആ എമൗണ്ട് കൊണ്ടാണ് റീപേയ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഡിബഞ്ചറിന് മുകളിൽ ഒരു അസറ്റും എന്ത് ചെയ്തിട്ടില്ല, പണയപ്പെടുത്തിയിട്ടില്ല, അസറ്റ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സെക്യൂർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി അപ്പോൾ ഇവിടെ നോക്കുക, സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദീസ് ഡിബഞ്ചേഴ്സ് ആർ സെക്യൂർഡ് ബൈ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അസറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്, മോർഗേജ് ചെയ്തിട്ടുണ്ട്. ദീസ് ആർ സെക്യൂർഡ് ഐദർ ഓൺ എ പെർട്ടിക്കുലർ അസറ്റ് ഓർ ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ജനറൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റിനെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, സെക്യൂർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കമ്പനിയുടെ മൊത്തം അസറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെക്യൂർ ചെയ്തിട്ടുണ്ടാവും. അതിനാണ് സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദീസ് ഡിബഞ്ചേഴ്സ് ആർ നോട്ട് സെക്യൂർഡ് ഓൺ എനി അസറ്റ്. ഒരു അസറ്റും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മോർഗേജ് ചെയ്തിട്ടുണ്ടാവില്ല, പണയപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അസറ്റിനെയാണ് അൺസെക്യൂർഡ് അസറ്റ്. ഇനി മക്കളെ തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റീപേയ്മെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് എന്ത് ചെയ്യണം, റീപേയ്മെന്റ് ചെയ്യണം, തിരിച്ചു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു കൊടുക്കുന്നത് കണ്ടീഷൻ എങ്ങനെയാണ്, അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിബഞ്ചേഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിഡീമബിൾ ഡിബഞ്ചേഴ്സും ഇർറിഡീമബിൾ ഓർ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി റിഡീമബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്, ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ 5 years ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ 10 years ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ 3 years ഡിബഞ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 years അല്ലെങ്കിൽ 5 years കഴിഞ്ഞാൽ ആ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഡിബഞ്ചേഴ്സ് ഇപ്പോഴൊന്നും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പനി എപ്പോഴാണോ അടച്ചു പൂട്ടുന്നത്, കമ്പനിയുടെ അവസാനം ലൈഫ് പീരീഡിന് ശേഷം തിരിച്ചു കൊടുക്കുന്ന ഡിബഞ്ചേഴ്സ് ആണ് എന്ത്, ഇർറിഡീമബിൾ. അപ്പോൾ ഇത് ലൈഫ് ലോങ് യൂസ് ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ആണ് ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്ക്, റിഡീമബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, ദീസ് ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഐദർ ഇൻ ലംസം ഓർ ബൈ ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ അവർ സ്റ്റാർട്ടിംഗ് തന്നെ പറയും ഇത്ര വർഷത്തെ ഡിബഞ്ചേഴ്സ് ആണെന്ന് സ്റ്റാർട്ടിംഗ് തന്നെ പറയും. ആ ഫിക്സഡ് പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ഐദർ ഇൻ ലംസം ഓർ ബൈ ഇൻസ്റ്റാൾമെന്റ് അനുസരിച്ച് ലംസത്തിൻ്റെ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് എന്ത്, റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദീസ് ആർ നോട്ട് റിഡീമബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. ഇപ്പോഴൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, തിരിച്ചു കൊടുക്കില്ല. ഈ ഡിബഞ്ചേഴ്സ് നമ്മൾ എപ്പോഴാണോ റീപേയ്മെന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത്, അറ്റ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന ഡിബഞ്ചേഴ്സിനെയാണ് എന്ത്, ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ, റിഡീമബിൾ ആൻഡ് ഇർറിഡീമബിൾ?
അപ്പോൾ മക്കളെ ഇനി അടുത്ത ടൈപ്പ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കൺവേർട്ടബിലിറ്റി. അപ്പോൾ കൺവേർട്ടബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺവേർഷൻ ചെയ്യുക, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക്, ഒരു മെത്തേഡിന് വേറൊരു മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഓൺ ദ ബേസിസ് ഓഫ് കൺവേർട്ടബിലിറ്റി. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് കൺവേർട്ടബിലിറ്റിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് ആണുള്ളത്, കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സും നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സും. അപ്പോൾ ഈ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ ആഫ്റ്റർ എ ഫിക്സഡ് പീരിയഡിന് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഡിബെഞ്ചേഴ്സിനെ വന്നിട്ട് വേറൊരു ഇതിലേക്ക് കൺവേർട്ട്, അതായത് ഇക്വിറ്റി ഷെയർസിലേക്കോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്ന ഡിബെഞ്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിൽ അസ്ലം ഒരു 100 കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് വർഷം, 1 വർഷം 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്ലാമിൻ്റെ അടുത്ത് കമ്പനി പറയണം, ഓക്കെ നീ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണ്, നിന്റെ ഡിബെഞ്ചേഴ്സിനെ എന്താക്കി മാറ്റുകയാണ്? ഇക്വിറ്റി ഷെയർസ് ആക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആക്കി മാറ്റുകയാണ്. അങ്ങനെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ കൺവേർട്ടഡ് ഡിബെഞ്ചേഴ്സ് ഇറ്റ് ക്യാൻ ബി ഐദർ ഫുള്ളി കൺവേർട്ടബിൾ ആവാം, പാർട്ട്ലി കൺവേർട്ടബിൾ ആവാം. ഈ ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസ്ലമിൻ്റെ ഇപ്പം 100 ഡിബെഞ്ചേഴ്സ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ അസ്ലമിൻ്റെ വന്നിട്ട് അസ്ലം പറയണ വേണ്ട, എനിക്ക് ഫുള്ളൊന്നും കൺവേർട്ട് ചെയ്യേണ്ട, കുറച്ച് ചെയ്താൽ മതി പറയണം. ഓക്കെ, അസ്ലമിൻ്റെ ഒരു 40 ഡിബെഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യാന്ന് വെക്കുക. അപ്പോൾ അതിനെന്താണ്? പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കൊടുത്തിരിക്കുന്നത് നോക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ദീസ് ഡിബെഞ്ചേഴ്സ് ആർ കൺവേർട്ടബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ ഹോൾഡർ. അറ്റ് ദ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിബെഞ്ചർ ഹോൾഡറുടെ വില്ലിങ്നെസ് പ്രകാരം, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഈ ഡിബെഞ്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എന്തായിട്ട്? ഇൻറ്റു ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ്? വിത്തിൻ ഓർ ആഫ്റ്റർ ഫ്യൂ സർട്ടൺ പീരിയഡ്, ഒന്നിൽ ആ കുറച്ച് പറഞ്ഞിരിക്കുന്ന കാലയളവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ദീസ് ആർ ക്ലാസിഫൈഡ് into 2. ഇനി ഈ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സും പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സും പറയുന്നത്. ഇനി നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡിബെഞ്ചേഴ്സിനെ ഒന്നും കൺവേർട്ട് ചെയ്യില്ല, ഫുൾ ലൈഫ് ലോങ് ആ ഡിബെഞ്ചേഴ്സ് ടൈം പീരീഡ് എത്രയാണോ ആ ടൈം പീരീഡ് ഫുള്ളും അത് ഡിബെഞ്ചേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നിലനിർത്തുകയാണ്. ഇതിനൊന്നും കൺവേർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സിനെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്, these debentures do not give any option to convert into shares. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കില്ല? ഒരു ഓപ്ഷനും കൊടുക്കുന്നില്ല. ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അവർ ലൈഫ് ലോങ് എന്തായിട്ട് തന്നെയായിരിക്കും. എത്ര ടൈം പീരീഡ്? ആ ഫുൾ ടൈം പീരീഡ് എന്തായിരിക്കും? ഡിബെഞ്ചേഴ്സ് തന്നെയായിരിക്കും. പിന്നെ ഇതിന് പുറമെ ഇപ്പം നവ ഡേയ്സ് ഇപ്പോൾ വന്നിട്ട് വേറെയും കുറേ ഡിബെഞ്ചേഴ്സ്, പുതിയ ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സം അതർ ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ലൈക്ക് സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ്, ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ്, ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഒക്കെ ഇപ്പോൾ നവ ഡേയ്സ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറക്കുന്നുണ്ട്. യെസ് മക്കളെ, നമുക്ക് ഇനി നെക്സ്റ്റ് സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം എന്താണ് ഈ സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ്, ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ്, ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ്. ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 2 തരത്തിലുള്ളതാണ് സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് പറയുന്നത്. അതൊന്ന് ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സും ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ് പറഞ്ഞിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഈ സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കില്ല. നമ്മൾ ഡിബെഞ്ചേഴ്സിന്റെ മെയിൻ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റിന് എന്തുണ്ടാവില്ല? ഈ ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? ഡിബെഞ്ചർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കടം കൊടുക്കുക, ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ. പക്ഷേ ഇവിടെ ബെനിഫിറ്റ് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട്, നല്ല ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഹൈ ഡിസ്കൗണ്ട് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ 1000 രൂപയുടെ ഡിബെഞ്ചേഴ്സ് ചിലപ്പോൾ 100 രൂപയ്ക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അത്രയ്ക്കും ഡിസ്കൗണ്ട്, ഹ്യൂജ് ഡിസ്കൗണ്ടിലായിരിക്കും ഈ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനെയാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ് പറയുന്നത്. ഇവർക്ക് ഡിസ്കൗണ്ട് അല്ല കൊടുക്കുന്നത്, പകരം
റിഡംഷൻ ടൈമിൽ റീപേയ്മെൻറ്റ് ടൈമിൽ ഹൈ റേറ്റ് ഓഫ് പ്രീമിയത്തിലായിരിക്കും എന്ത് ചെയ്യുക തിരിച്ചു കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെയാണ് ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ്. ഇവിടെ എന്താണ് ഹൈ ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യും ഇഷ്യൂ ചെയ്യും. ഇവിടെ വന്നിട്ട് ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സിൽ ഹൈ പ്രീമിയത്തിൽ റിഡംഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഹൈ റേറ്റ് ഓഫ് പ്രീമിയത്തിൽ കൊടുക്കുന്നതാണ് ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ, നോർമൽ ഡിബെഞ്ചേഴ്സ്, ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ്, ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ്, മൂന്നിൻ്റെയും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഡിബെഞ്ചറിൻ്റെ കേസ് വെച്ചിട്ട് ആദ്യം നോർമൽ ഡിബെഞ്ചേഴ്സിൻ്റെ കേസിൽ ഒരു ഡിബെഞ്ചറുടെ ഫേസ് വാല്യൂ പറയുന്നത് 1000 രൂപ. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇപ്പം അത് കൊടുക്കുന്നത് എത്രയാണ്? 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1000 rupees ഡിബെഞ്ചേഴ്സ് 1000 rupees കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% എന്ന് വയ്ക്കുക. ഫോർ 5 years 5 വർഷത്തേക്കാണ്. റിഡംഷൻ അറ്റ് പാർ, തിരിച്ചു കൊടുക്കുന്നത് അറ്റ് പാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? 1000 rupees. ഫേസ് വാല്യൂയുടെ സെയിം വാല്യൂല് 1000 rupees തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അവർ പൈസ തരുന്നത് എത്രയാണ്? 1000 rupees ആണ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഞാനാണ് കമ്പനി എന്ന് വെക്കുക. അപ്പോൾ എനിക്ക് എത്രയ്ക്ക് തരുന്നുണ്ട്? 1000 rupees തരുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തേക്ക്, അപ്പോൾ ഓരോ വർഷത്തേക്കും ഞാൻ എന്ത് കൊടുക്കണം? 5 വർഷം ഉണ്ടത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ പറഞ്ഞിട്ട് 5 വർഷമുണ്ട്. അപ്പോൾ ഓരോ വർഷം ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1000ൻ്റെ 10% പറയുമ്പോൾ 1000 ഇൻറ്റു 1000ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 rupees ആണ് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഓരോ ഫസ്റ്റ് ഇയർ 100 rupees കൊടുത്തു, സെക്കൻഡ് ഇയർ 100 rupees, തേർഡ് ഇയർ 100, ഫോർത്ത് ഇയർ 100, ഫിഫ്ത്ത് ഇയർ 100 rupees കൊടുത്തു. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റീപേയ്മെൻറ്റ് കൊടുക്കണം. ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് റീപേയ്മെൻറ്റ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എത്രയാണ്? 1000 rupees ആണ്. അറ്റ് പാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എത്രയാണ്? 1000 rupees തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? തിരിച്ചു കൊടുക്കണമെന്ന് വെക്കുക. ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം ആണെച്ചാലും ഒരു ചെറിയ പ്രീമിയമോ ഡിസ്കൗണ്ടോ കൊടുക്കുള്ളൂ. ഇപ്പോൾ പ്രീമിയത്തിലാകുമ്പോൾ 1100 അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ നോർമൽ ഡിബെഞ്ചേഴ്സിന് ടോട്ടൽ ബെനിഫിറ്റ് എത്രയാണ് എനിക്ക് മീൻസ് ആ ഡിബെഞ്ചർ ഹോൾഡറിന് കിട്ടുന്നത്? 100 ഈ 500 ഇൻട്രസ്റ്റ് 500 കൂട്ടുമ്പോൾ എത്രയാണ്? 500 rupees ആണ് എന്ത് വരുന്നത്? ബെനിഫിറ്റ്, ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട്. ഇൻട്രസ്റ്റ് മാത്രമാണ് അയാൾക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആകെ വരുന്നത് എത്രയാണ്? 500 രൂപ. ഇതേ സമയം ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഡിബെഞ്ചറുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് സെയിം 1000 rupees തന്നെ വയ്ക്കുക. മാർക്കറ്റ് പ്രൈസ് പറയുന്നത് നമ്മൾ പറയുന്നത് ഡീപ്പ് ഡിസ്കൗണ്ട് ആണ്. ഭയങ്കര ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഡിബെഞ്ചേഴ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ 1000 rupees ഡിബെഞ്ചേഴ്സ് ഞാൻ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് പ്രൈസ് ഈ ഡിബെഞ്ചേഴ്സിൻ്റെ 100 rupees ആണ്. അപ്പോൾ 1000 rupees സെയിം 1000 rupees തന്നെ വയ്ക്കുക. മാർക്കറ്റ് പ്രൈസ് പറയുന്നത് നമ്മൾ പറയുന്നത് ഡീപ്പ് ഡിസ്കൗണ്ട് ആണ്. ഭയങ്കര ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഡിബെഞ്ചേഴ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ 1000 rupees ഡിബെഞ്ചേഴ്സ് ഞാൻ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് പ്രൈസ് ഈ ഡിബെഞ്ചേഴ്സിൻ്റെ 100 rupees ആണ്. അപ്പോൾ 1000 rupees ഡിബെഞ്ചേഴ്സ് എത്രയ്ക്കാണ് കൊടുക്കുന്നത്? 100 rupees കൊടുക്കുന്നത്. ഇനി ഈ ഡിബെഞ്ചറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സിന് എന്തുണ്ടാവില്ല? ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നോ ഇൻട്രസ്റ്റ്. അപ്പോൾ 5 years ശേഷം 5 വർഷത്തിന് ശേഷം ഞാൻ റിഡീം ചെയ്യുന്നത് അറ്റ് പാറിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നതെന്ന് വെക്കുക. ദാറ്റ് ഈസ് ഫേസ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1000 rupees തന്നെയാണ് ഞാൻ എന്തിനാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. എനിക്ക് കിട്ടുന്നത് എത്ര റുപ്പീസാണ്? ഞാൻ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 100 rupees ആണ് ഡിബെഞ്ചർ ഹോൾഡർ തരുന്നത്. കാരണം ഞാൻ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് പറഞ്ഞിട്ട് 100 രൂപ. അപ്പോൾ 100 രൂപയാണ് എനിക്ക് തരുന്നത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, 5 years ശേഷം ഞാൻ തിരിച്ചു കൊടുക്കണം. ഈ 5 വർഷം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഇല്ല. 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവന് എത്രയാണ് തിരിച്ചു കൊടുക്കുന്നത്? 1000 rupees കൊടുക്കണം. അപ്പോൾ അവന് ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഇൻട്രസ്റ്റ് പറഞ്ഞ പോലെ ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഡിസ്കൗണ്ട് രൂപത്തിലാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? ഡിബെഞ്ചർ ഹോൾഡറിന് ബെനിഫിറ്റ് കിട്ടുന്നത്. നമുക്ക് 1000 rupees 1000 rupees അവന് കൊടുക്കുന്നു. അവൻ എനിക്ക് തന്നെ 100 rupees. സോ 1000 minus 100 900 rupees ആണ് അവന് എന്ത് കിട്ടുന്നത്? ബെനിഫിറ്റായി കിട്ടുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഡിസ്കൗണ്ട് രൂപത്തിൽ അയാൾ എത്ര ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്? 900 rupees ആണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതിനെയാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡീപ്പ് ഡിസ്കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ട് നല്ല ഹൈ റേറ്റ് ഓഫ് ഡിസ്കൗണ്ടിലായിരിക്കും ഷെയർസ് ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത തേർഡ് കാറ്റഗറി നോക്കുക. ഡീപ്പ് ഗെയിൻ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കുക. ഒരു ഡിബെഞ്ചറുടെ കേസാണ്. ഒരു ഡിബെഞ്ചറുടെ ഫേസ് വാല്യൂ എത്രയാണ്? 1000 rupees തന്നെയാണ്. മാർക്കറ്റ് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ എനിക്ക് 1000 rupees തന്നെയാണ് തരുന്നത്. ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. എത്ര ഇയേഴ്സിനാണ്? 5 years ആണ്. റിഡംഷൻ അറ്റ് പ്രീമിയത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോൾ എത്രയാണ്? റുപ്പീസ് 2000 ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? തിരിച്ചു കൊടുക്കണമെന്ന് വെക്കാം.
അപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ നോക്ക്, അവൻ എനിക്ക് തരുന്നത് എത്രയാണ്? 1000 റുപ്പീസ്. ഇപ്പം ഞാൻ കമ്പനിയാണ്, അവൻ എനിക്ക് തരുന്നത് 1000 റുപ്പീസ്. ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. തേർഡ് ഇയർ ഇൻട്രസ്റ്റ് ഇല്ല. ഫോർത്ത് ഇയർ ഇൻട്രസ്റ്റ് ഇല്ല. ഫിഫ്ത്ത് ഇയർ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ അവന് എത്രയാണ് കൊടുക്കുന്നത്? 2000 റുപ്പീസാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവന് എത്രയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? 5 ഇയേഴ്സ് കഴിയുമ്പോൾ നോക്കുക, 2000 മൈനസ് 1000 ചെയ്യുമ്പോൾ 1000 റുപ്പീസാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും ഇല്ല. പക്ഷേ എന്താണ്, തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രീമിയത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ബെനിഫിറ്റ് എത്രയാണ്? 1000 റുപ്പീസാണ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സീറോ ഡിസ്കൗണ്ട് ഡിബെഞ്ചേഴ്സ് സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് ഡീപ്പ് ഡിസ്കൗണ്ട് ഡീപ്പ് ഗെയിനും പറയുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് വന്നിട്ട് എപ്പോഴാണ് കിട്ടുന്നത്? അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ടൈമിലാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അതും ലംസമായിട്ട് ഒന്നിച്ച് ബെനിഫിറ്റ് കിട്ടും. ഒരു ഹ്യൂജ് എമൗണ്ട് ബെനിഫിറ്റ് അറ്റ് എ ടൈമാണ് അവർക്ക് കിട്ടുന്നത്. അതേസമയം നോർമലിൽ എന്താണ്, ഇൻട്രസ്റ്റ് രൂപത്തിലാണ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. സ്മോൾ എമൗണ്ട് ആയിട്ട് ഇൻട്രവൽ പീരിയഡിലായിട്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ചെറിയ ഇതായിട്ടാണ് അവർക്ക് കിട്ടുന്നത്. നോക്കൂ, 500 റുപ്പീസ് എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റ് ഇയറിൽ 100, സെക്കൻഡ് ഇയറിൽ 100, തേർഡ് ഇയറിൽ 100, ഫോർത്ത്, അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് രൂപത്തിലാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ബെനിഫിറ്റ് കിട്ടുന്നത്. ഇവർക്ക് ബെനിഫിറ്റ് എന്താണ്? ലംസം രൂപത്തിലാണ് കിട്ടുന്നത്. ഇസ് ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് സീറോ ഇൻട്രസ്റ്റ് ഡിബെഞ്ചേഴ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ.